റേക്കിയുടെ എനർജി യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ലൈറ്റ് പ്രകാശിപ്പിക്കാൻ സാധിക്കും. എൻ്റെ എക്സ്പീരിയൻസിൽ സാധിക്കില്ല. ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്ന മെഡിറ്റേഷൻ ക്ലാസ്സിൽ പോകുന്ന ആൾക്കാരാണ്. നമ്മൾ സ്ട്രെസ് കുറയ്ക്കുക, ആൻസൈറ്റി കുറയ്ക്കുക, അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ക്ലാസ്സിൽ പോകുന്നത്. പക്ഷെ നേരെ തിരിച്ചാണ് എല്ലാ മെഡിറ്റേഷൻ ക്ലാസ്സിലും സംഭവിക്കുന്നത്. റേക്കി വെള്ള നിറത്തിൽ ഒഴുകാൻ പോകുന്നില്ല. ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടു. സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണല്ലോ റേക്കി എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ബാധ ദുരിതങ്ങൾ ഒഴിവാക്കി റേക്കി എനർജി കൊടുത്തപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി എക്സ്പീരിയൻസസ് സ്റ്റുഡൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഇല്ല, കാരണം ഒരാളുടെ കൈകളിൽ നിന്നും സർ റേക്കിയിൽ ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് റേക്കിയുടെ എനർജി യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ലൈറ്റ് പ്രകാശിപ്പിക്കാൻ സാധിക്കും. ഇപ്പൊ ഫ്യൂസ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണെങ്കിൽ പോലും അതിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതേപോലെ വാഹനങ്ങളൊക്കെ നിന്ന് പോയിട്ടുള്ള വാഹനങ്ങളാണെങ്കിൽ റേക്കി എനർജി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെയൊക്കെ പ്രവർത്തിപ്പിക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പൊ റേക്കിയിലുള്ള ഒത്തിരി പേര് അത് പറയുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യുന്നവര് ഒരു അനുഭവം എന്നോട് പറയുകയുണ്ടായി. വീട്ടിലിങ്ങനെ ഒരു വണ്ടി എടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. കുറെ നാളത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പ്രാർത്ഥിച്ചിട്ട് റേക്കി എനർജി അപ്ലൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടായി എന്ന് പറയുകയുണ്ടായി. അതേപോലെ ബൾബിന്റെ കാര്യം, ബൾബ് പ്രകാശിക്കുകയുണ്ടായി. അങ്ങനെ പറഞ്ഞിട്ട് ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഷെയർ ചെയ്തിരുന്നു. ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ഇങ്ങനെ നമുക്ക് ഈ എനർജി യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിപ്പിക്കാൻ സാധിക്കുമോ? എൻ്റെ എക്സ്പീരിയൻസിൽ സാധിക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മൾ റേക്കി എന്താണ് എന്നറിയണം. ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു എനർജി നമ്മളുടെ ശരീരത്തിലൂടെ നമ്മളൊരു ചാലകമായി പ്രവർത്തിച്ച് ആ യൂണിവേഴ്സൽ എനർജീനെ കുറച്ചും കൂടി പവർഫുൾ ആക്കിയതിന് ശേഷം മറ്റൊരാളുടെ ജീവശക്തി എന്ന് വെച്ചാൽ ബയോ എനർജി കുറച്ചും കൂടി അതിൻ്റെ പൊട്ടൻഷ്യൽ കൂട്ടി അവരുടെ ഓറ, ചക്ര അതുപോലുള്ള സംഭവങ്ങളെ പൊട്ടൻഷ്യൽ കൂടുതലാക്കുന്ന ഒരു സംഭവമാണ് റേക്കി. ഇത് നമ്മൾ പറയുന്ന ഈ മെക്കാനിക്കലായിട്ടും ഇലക്ട്രിക്കലായിട്ടും ഒരു ബൾബ് കത്തുന്നില്ല, ഒരു കാരണമുണ്ടാവും അവിടെ. ഒന്നുകിൽ ബൾബ് ഫ്യൂസ് ആയതായിരിക്കാം, അതല്ലെങ്കിൽ ആ ബൾബിലോട്ട് വരുന്ന ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്തതായിരിക്കാം, അതിൻ്റെ വയറിങ്ങിൻ്റെ ഇഷ്യൂയോ അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ ഇഷ്യൂയോ. ഈ ഒരു സ്വിച്ചിൻ്റെ ഇഷ്യൂയോ അല്ലെങ്കിൽ ബൾബിൻ്റെ ഇഷ്യൂയോ നമ്മളൊരു റേക്കി എനർജി ഉപയോഗിച്ച് എങ്ങനെ അതിന് പരിഹരിക്കാം എന്നുള്ളത് ഞാൻ പഠിച്ച റേക്കിയിൽ പഠിച്ചിട്ടില്ല, പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഒന്ന്, ഇതേപോലത്തെ അത്ഭുതങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പല റേക്കിയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. ഇത് തന്നെയാണ് റേക്കിയുടെ ലിമിറ്റേഷൻസും എന്ന് പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾ പോലും ഇതുപോലത്തെ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കുന്നു. ഇതിന് ഒരു കഥ പോലെ ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്, ഒരു തമാശയായിട്ട് എടുത്താൽ മതി, ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്ന മെഡിറ്റേഷൻ ക്ലാസ്സിൽ പോകുന്ന ആൾക്കാരാണ്. സാധാരണയായി നമ്മൾ എന്തിനാണ് മെഡിറ്റേഷൻ ക്ലാസ്സിൽ പോകുന്നത്? നമ്മൾ സ്ട്രെസ് കുറയ്ക്കുക, ആൻസൈറ്റി കുറയ്ക്കുക, അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ക്ലാസ്സിൽ പോകുന്നത്. പക്ഷെ നേരെ തിരിച്ചാണ് എല്ലാ മെഡിറ്റേഷൻ ക്ലാസ്സിലും സംഭവിക്കുന്നത്. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ മെഡിറ്റേഷൻ ക്ലാസ്സുകൾ ഉണ്ടാവുമ്പോൾ ഓരോരുത്തരും, ചില ആളുകൾ പറഞ്ഞ് എനിക്ക് നമ്മുടെ ആജ്ഞാചക്രത്തിൽ അഥവാ മുരുകത്തിൻ്റെ നടുവ് ഒരു ലൈറ്റ് കണ്ടു. ചില ആളുകൾക്ക് ഒരു പ്രത്യേകതരം ഫീലിംഗ്, ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻസ് വന്നു. പക്ഷേ ചിലപ്പോൾ നമുക്ക് അവിടെ പോയിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള എക്സ്പീരിയൻസും ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും ഇതെന്താ എനിക്ക് മാത്രം വന്നില്ല. ഈ എനിക്ക് മാത്രം വന്നില്ല എന്നുള്ള ചിന്തയായിരിക്കും ഓരോ ദിവസങ്ങളും. നമുക്കൊരിക്കലും മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് സ്ട്രെസ് അതുകൊണ്ട് കുറയ്ക്കാൻ പറ്റില്ല, സ്ട്രെസ് കൂട്ടാനേ സാധിക്കുള്ളൂ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ റേക്കി പഠിക്കാൻ പറ്റുന്നത്. എനിക്ക് തന്നെ കുറേ അനുഭവങ്ങളുണ്ട്. ഇപ്പം ഞാൻ ആദ്യം പഠിപ്പിച്ചുകൊണ്ടിരുന്ന രീതിയല്ല ഇപ്പോൾ പഠിപ്പിക്കുന്നതിന്. അതിന് കാരണം നമ്മളുടെ മുന്നിലോട്ട് വരുന്ന സ്റ്റുഡൻസിൻ്റെ എക്സ്പെക്റ്റേഷൻസ് കൊണ്ടാണ്. കാരണം എല്ലാവരും ഇപ്പോൾ റേക്കി മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ വേറെ സോഷ്യൽ മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ ന്യൂസിൽ നിന്നോ അറിയുന്നത് നമ്മളുടെ കൈകളിലൂടെ ഒരു വയലറ്റ് കളറോ അല്ലെങ്കിൽ വെള്ള കളറോ മഞ്ഞ കളറോ ആയ ഒരു പ്രകാശം നമ്മുടെ ഒഴുകുന്നുണ്ട്. അതല്ലെങ്കിൽ എനിക്ക് ഒരു എനർജി ഫീലായിട്ട് ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ വന്നു, അല്ലെങ്കിൽ ഒരു ഉള്ളം കാലിൽ തണുപ്പ് വന്നു, ചൂട് വന്നു എന്ന് പറയുന്നുണ്ട്.
അപ്പൊ ഇവരുടെ വിചാരം ഇപ്പൊ ഇതിലോട്ട് ഈ റേക്കിയിലേക്ക് വരുന്ന ഓരോ സ്റ്റുഡൻസും വിചാരിച്ചിരിക്കുന്നത് അവർക്ക് കൃത്യമായ റേക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വരണം എന്നുള്ളതാണ്. ഒരു നിർബന്ധവുമില്ല, അങ്ങനെയുള്ള ഇല്ല. കാരണം ഒരാളുടെ കൈകളിൽ നിന്നും റേക്കി വെള്ള നിറത്തിൽ ഒഴുകാൻ പോകുന്നില്ല. സർ, ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടായ കാര്യം തന്നെ. ഈ റേക്കി എന്ന് പറയുന്നത് ഇപ്പം വളരെയധികം ആൾക്കാർ ഇപ്പം റേക്കി വളരെ ആകർഷണീയത തോന്നിയിട്ട് നമ്മൾ അതിൽ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. ഒത്തിരി പേര് റേക്കിയുടെ പിന്നാലെ നമ്മൾ നടക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു ദിവസം ഇത് എന്താണെന്ന് അറിയണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ ഞാനൊരു ഗ്രൂപ്പിൽ ജോയിൻ ആയി. വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു ടീച്ചർ എടുക്കുന്ന ഒരു ഗ്രൂപ്പിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഡെയിലി ആ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജസ് കാണുമ്പോൾ നമ്മൾ തന്നെ വണ്ടർ ആവുക. കാരണം റേക്കി പ്രാക്ടീസ് ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അവരുടെ എക്സ്പീരിയൻസസ് ആണ് അതിൽ ഷെയർ ചെയ്യുന്നത്. ഇപ്പോ കത്താത്ത ലൈറ്റ് റേക്കി എനർജി കൊടുത്തപ്പോൾ കത്തി. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വാഹനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഇതേപോലെ സംഭവിച്ചു. ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടു. സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണല്ലോ റേക്കി എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആക്സിഡന്റിൽ നിന്ന് ഇതേപോലെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി അതേപോലെ അവർക്ക് ഉണ്ടാകുന്ന വൈബ്രേഷൻ, അവർക്ക് അറിയാൻ പറ്റുന്ന നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം, അതേപോലെ ബാധാ ദുരിതങ്ങൾ ഒഴിവാക്കി റേക്കി എനർജി കൊടുത്തപ്പോൾ, ഇങ്ങനെയുള്ള ഒത്തിരി എക്സ്പീരിയൻസസ് സ്റ്റുഡൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് എനിക്കിതൊന്നും വരുന്നില്ലല്ലോ, അപ്പൊ അത് എന്റെ മിസ്റ്റേക്ക് ആണോ, എന്റെ കഴിവില്ലായ്മയാണോ അത്? അപ്പൊ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ത്വരയാണ്. അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ഇപ്പൊ സാറിന്റെ അഭിപ്രായം ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്ത് ചോദിച്ചത്, എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഇപ്പൊ ലൈറ്റിന്റെയും അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്തൊരു മിക്സിയുടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രീഷ്യൻസിനോ മെക്കാനിക്സോ ഒന്നും ആവശ്യമില്ലായിരുന്നു, നമുക്ക് റേക്കി മാത്രം മതിയായിരുന്നു. ഇത് നമ്മൾ ഇതിന്റെ ഒരു വളരെ വലിയതായിട്ടുള്ള സാധ്യതകളെ ഇതുപോലുള്ള അത്ഭുതങ്ങളിലോട്ട് ഇതിനെ ചുരുക്കി ഇതിന്റെ പ്രഭാവം കെടുത്തിക്കളയുകയാണ് പല ആളുകളും ചെയ്യുന്നത്. അപ്പൊ ഇതൊന്നുമല്ല എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ റേക്കി യൂസ് ചെയ്യുന്നത്? എന്താണ് പിന്നെ എല്ലാവരിലേക്കും ഈ ഒരു റേക്കി എന്ന് പറഞ്ഞാൽ അപ്പൊ സത്യത്തിൽ എന്താണ്? നമുക്ക് അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് എന്തിനാണ് ഇപ്പൊ റേക്കി പോലെ പലതരത്തിലുള്ള ഇപ്പൊ മെഡിറ്റേഷൻ ആയിക്കോട്ടെ, യോഗ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഹീലിംഗ് മോഡൽ, പ്രാണിക് ഹീലിംഗ് ആയിക്കോട്ടെ, എന്തിനാണ് നമ്മൾ ഇതിലേക്കൊക്കെ പോകുന്നത്? ഒരു സാധാരണ മനുഷ്യനായി നമുക്ക് ജോലിക്ക് പോയി ഭക്ഷണം കഴിച്ച് കുടുംബത്തോടൊപ്പം ജീവിച്ച പോലെ എന്തിനാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്? എന്താണ് ഗായത്രിയുടെ അഭിപ്രായം? എന്തിനാണ് നമ്മൾ ഇതിലോട്ട് പോകുന്നത്? ഇപ്പൊ എല്ലാവരുടെയും പൊതുസമൂഹത്തിലുള്ള ഒരു താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അത്ഭുത സിദ്ധി കിട്ടണം എന്നുള്ളൊരു അതിയായിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ട് പോകുന്നവരുണ്ട്. സ്വന്തമായിട്ടുള്ള ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ സെൽഫായിട്ട് ഹീൽ ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് കുറെ പേര്, സ്പിരിച്വലി കണക്ട് ആയിട്ടുള്ള ആൾക്കാര് ഒത്തിരി പേര് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആകൃഷ്ടരായിട്ട് പോകുന്നവരുണ്ട്. മറ്റുള്ളവർക്കൊരു സാന്ത്വനമാകട്ടെ എന്ന് വിചാരിച്ച് ജെനുവിനായിട്ട് പോകുന്നവരും ഉണ്ട്. പക്ഷെ എത്ര പേർക്ക് ഇതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് എത്തപ്പെടുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് ഗായത്രി പറഞ്ഞ ഒരു വശമുണ്ട് അതിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അത്ഭുതങ്ങൾ, ഞാനൊരു അത്ഭുതം കാണിക്കാൻ തയ്യാറായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മോഡ് ഓഫ് എനർജി ഹീലിംഗ് നമ്മൾ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ വരുന്നു. അതിൽ കൂടുതൽ നമ്മൾ ഈ ഇങ്ങനെയുള്ള പല സിസ്റ്റത്തിലോട്ട് എന്തുകൊണ്ടൊരാൾ കാലെടുത്ത് വയ്ക്കുന്ന അല്ലെങ്കിൽ അതിന് മുന്നിട്ടിറങ്ങുന്നതിന് മെയിൻ കാര്യം ഒന്നുള്ളൂ, നമുക്ക് സന്തോഷം വേണം അല്ലേ? നമുക്കറിയാം, നമുക്ക് ഗായത്രിയുടെ തലമുറയായിരിക്കില്ല, എൻ്റെ തലമുറയുടെ ആ കാലഘട്ടത്ത് നമുക്ക് യാതൊരു വിധത്തിലുള്ള ലക്ഷറികൾ നമുക്ക് ഉണ്ടായിട്ടില്ല. യാതൊരു വിധത്തിലും ഒരു വളരെ നോർമൽ ലൈഫായിരുന്നു നമ്മളുടെ തലമുറയിലുള്ള ഭൂരിഭാഗം ആൾക്കാർ. അവർക്ക് സന്തോഷമുണ്ടായിരുന്നു അല്ലേ? നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്ര ലക്ഷറി നമുക്ക് മുന്നിലുണ്ട്. നമുക്ക് ഒരു പ്രവൃത്തി, നമുക്ക് വെള്ളം കോരണ്ട, തുണി കഴുകണ്ട, പാത്രം കഴുകണ്ട, നമുക്ക് ഡിഷ് വാഷർ ഉണ്ട്, നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട്, നമുക്ക് മോട്ടർ ഉണ്ട്, പൈപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്, കാറുണ്ട്, നടക്കണ്ട. എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ സന്തോഷം കിട്ടാണ്ട് വരുന്നു? അതല്ലെങ്കിൽ ഗായത്രിയുടെ ഒരു ഗായത്രി ഒരു നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് കരിയറിൽ നല്ല ഒരു റെമ്യൂണറേഷൻ കിട്ടുന്ന ഒരു കരിയറാണ്, ഫാമിലി ആയിട്ട് നല്ല സന്തോഷമായിട്ട് ഭർത്താവും കുട്ടികളായിട്ട് ജീവിക്കുന്നു. എന്നിട്ടും എവിടെയോ ഒരു പൂർണ്ണത തോന്നായിക വരുന്നുണ്ട് മനുഷ്യന്. ആ വരുന്ന ആളുകൾ തേടിപ്പോകുന്ന കുറേ സിസ്റ്റംസ് ആണ് ഇതെല്ലാം. ഇപ്പൊ യോഗ ആയാലും മെഡിറ്റേഷൻ ആയാലും. രണ്ടാമത്തെ വേറൊരു കാര്യം, ഇവരുടെ സ്ട്രെസ്. ഇപ്പോൾ എനിക്ക് 46 വയസ്സുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്, ആൻസൈറ്റി അതുപോലുള്ള കാര്യങ്ങൾ പല ആളുകളും ഇപ്പോൾ ഈവൻ 14 വയസ്സുള്ള കുട്ടികൾ പോലും കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് സ്ട്രെസ്സാണ്, ആൻസൈറ്റി ആണ്.
46 വയസ്സായിട്ടും എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു സംഭവമാണ് എന്താണ് സ്ട്രെസ്, എന്താണ് ആൻസൈറ്റി എന്ന് വേറെ ആൾ പറഞ്ഞു തരുമ്പോൾ ഇങ്ങനെയുണ്ടല്ലോ എന്ന് മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ. ഈ ഇന്നത്തെ കാലത്ത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റ് ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് ഏതൊരു മേഖലയിലാണെങ്കിലും നിങ്ങൾ ടാർഗറ്റ് ബേസ്ഡ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അതിൻ്റെ സ്ട്രെസ് ഉണ്ട്. ഈ സ്ട്രെസ് കുറയ്ക്കുക, ആൻസൈറ്റി കുറയ്ക്കുക, നന്നായി ഉറങ്ങാൻ സാധിക്കുക, ഇതാണ് ആളുകളുടെ മുന്നിലുള്ള ലക്ഷ്യം. കൂടാതെ സന്തോഷം കിട്ടും. നമുക്ക് ഇപ്പോൾ റേക്കി പഠിച്ച ഒരാൾക്കും റേക്കി പഠിക്കാത്ത ഒരാൾക്കും 100% നമുക്ക് സന്തോഷം മാത്രം എന്നുള്ളൊരവസ്ഥയില്ല. അതൊരു ടോപ്പിൻ ഐഡിയ മാത്രമാണ്. അത് ആളുകൾ ആളുകളുടെ സങ്കല്പത്തിൽ മാത്രമുള്ളൊരു സംഭവമാണ്. ഇപ്പം ഞാൻ റേക്കിയെ പറ്റി പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയാറുള്ള ഒരു സംഭവമുണ്ട്. നമ്മളെന്താണ് ഒരു വീട് വയ്ക്കുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെയിലിൽ നിന്നും മഴയിൽ നിന്നും അല്ലെങ്കിൽ കാറ്റിൽ നിന്നും ഒക്കെ രക്ഷ നേടായി നമ്മൾ അവിടെ ഒരു സ്വസ്ഥമായി ഉറങ്ങാനുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് കാണുന്നത്. പക്ഷെ എന്ത് പറ്റി, ഈ വീട് വച്ചത് കൊണ്ട് കൊടുങ്കാറ്റില്ലാണ്ടിരിക്കുന്നില്ല, മഴയുണ്ടാവാതിരിക്കുന്നില്ല, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് റേക്കി പഠിച്ചു എന്ന് കരുതി നമ്മളുടെ ചുറ്റുമുള്ള ഒരു പ്രോബ്ലംസും ഇല്ലാതെ ആവുന്നില്ല. എന്നാൽ ആ പ്രശ്നങ്ങളെ കൃത്യമായി അഭിമുഖീകരിക്കാനും നല്ല ദൃഢചിത്തതയോടുകൂടി അല്ലെങ്കിൽ സമചിത്തതയോടുകൂടി അതിൽ ഒരു തീരുമാനമെടുക്കാനുള്ള മനുഷ്യന്റെ ആന്തരികമായ ഒരു പരിവർത്തനമാണ് റേക്കി കൊണ്ട് നടക്കേണ്ടത്. അതായിരിക്കണം ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും. ഒരിക്കലും ബൾബ് കത്തിക്കാനും മോട്ടോർ നന്നാക്കാനും വേണ്ടിയിട്ട് റേക്കി ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ചാൽ അത് നടപ്പാവും എന്ന് തോന്നുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെതായ സ്പെഷ്യലിസ്റ്റുകളെ യൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമസ്കാരം സർ.